ആഗോള അയ്യപ്പ സംഗമം പേരിൽ മാത്രം ആഗോളമായി എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി. അന്തർദേശീയ തലത്തിൽ നിന്നും ആരും സംഗമത്തിന് എത്തിയില്ല എന്നും പ്രാദേശിക തലത്തിൽ നിന്ന് പോലും പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നും മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു. സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള സംഗമത്തിലുള്ള വിശ്വാസമില്ലായ്മയാണ് ജനങ്ങൾ കുറയാൻ കാരണമെന്ന് സർക്കാർ അറിയാമായിരുന്നെങ്കിലും അത് തൽക്കാലം CPM-കാരനല്ലാത്ത PS പ്രശാന്തിന്റെ തലയിൽ ചാരാനാണ് CPM ശ്രമിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ശരിയായില്ല എന്നാണ് CPM സർക്കാരും വിലയിരുത്തുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി കാണാതായ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ബോർഡിന്റെ തലയിൽ ചാരുമെന്നാണ് മനസ്സിലാകുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് പ്രതീക്ഷിച്ചതിനേക്കാൾ ആളുകൾ കുറവായിരുന്നു. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത 4245 പേരിൽ 623 പേർ മാത്രമാണ് വേദിയിൽ എത്തിയത്. ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ച 500ഓളം പ്രതിനിധികളും പരിപാടിയുടെ ഭാഗമായി. അതേസമയം 2000ഓളം പേർ പങ്കെടുത്തുവെന്നാണ് ദേവസ്വം ബോർഡ് അവകാശപ്പെടുന്നത്. 4263 പേർ പങ്കെടുത്തു എന്നാണ് മന്ത്രി വാസവൻ പറഞ്ഞത്. ഇത്തരം ഒരു കണക്ക് ആരാണ് അദ്ദേഹത്തിന് നൽകിയത് എന്ന് വ്യക്തമല്ല. ഓൺലൈൻ വഴി ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 3000 പേരെ ക്ഷണിക്കും എന്നായിരുന്നു ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിൽ 623 പേർ മാത്രമാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷം സംഗമത്തിൽ എത്തി പരിപാടിയിൽ പങ്കെടുത്തത്. 500ഓളം പേരെ ദേവസ്വം ബോർഡ് നേരിട്ട് ക്ഷണിച്ചിരുന്നു. ഇവരെ കൂടി ചേർത്ത് 1200ഓളം പേർ ക്ഷണിതാക്കളായി പങ്കെടുത്തുവെന്നാണ് വിവരം. മുഖ്യമന്ത്രി ചടങ്ങ് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷമുള്ള കണക്കാണ് ഇത്. തന്റെ ഭാഗത്ത് പിഴവുകൾ ഉണ്ടായിട്ടില്ല എന്ന പ്രസിഡന്റ് മന്ത്രിയോട് വിശദീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം ചെവി കൊടുത്തില്ല എന്നാണ് അറിയുന്നത്. തുടർന്ന് ദേവസ്വം മന്ത്രിയെ കണ്ട് പ്രസിഡന്റ് സംസാരിക്കേണ്ടി വന്നു. ദേവസ്വം മന്ത്രി ഏതായാലും പ്രശാന്തിനെ സഹായിക്കുകയില്ല. ചുരുക്കത്തിൽ ശബരിമല വിവാദക്കാലത്ത് അന്നത്തെ പ്രസിഡന്റ് പത്മകുമാർ കുഴപ്പത്തിൽ ചാടിയതുപോലെയാണ് പ്രശാന്ത് ബുദ്ധിമുട്ടിലായിരുന്നത്. പ്രശാന്ത് കോൺഗ്രസിൽ നിന്നും CPM-ലെത്തിയ നേതാവാണ്. 2021 ഇലക്ഷനിൽ ഭക്ഷ്യമന്ത്രി GR അനിലിനെതിരെ നെടുമങ്ങാട് നിന്നും മത്സരിച്ച് തോറ്റയാളാണ് പ്രശാന്ത്. ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്താണോ ലക്ഷ്യം വെച്ചത് അത് അർത്ഥപൂർണമാകുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവസ്ഥയിൽ എത്തിച്ചേർന്നുവെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ സമാപന സമ്മേളന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് നടന്ന ചർച്ചാവേദിയിൽ 652 പേർ പങ്കെടുത്തുവെന്നാണ് മന്ത്രി അറിയിക്കുന്നത്. ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ 280-ലധികം ആളുകൾ പങ്കെടുത്തിരുന്നു. മൂന്നാമത്തെ സെക്ഷനിൽ 300-ലേറെ പേർ പങ്കെടുത്തുവെന്നാണ് മന്ത്രി VN വാസവൻ പറയുന്നത്. എന്നാൽ അത് ഒരു പക്ഷേ ഈ വരുന്നവരെയൊക്കെ തന്നെ സ്വീകരിക്കാനും അതിന്റെ അത് നോക്കാനും ഒക്കെ അടക്കം നിന്നിട്ടുള്ള വോളണ്ടിയർമാർ ഉൾപ്പെടെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു കണക്ക് മന്ത്രി പടച്ചുവിടുന്നത്. അന്തിമ കണക്കുകൾ ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. എണ്ണത്തിലല്ല പ്രാധാന്യം, ഗുണത്തിലാണ് എന്നായിരുന്നു CPM നേതാവ് K അനിൽകുമാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. പലരും ഓൺലൈനായി സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾ വന്നിട്ടുമുണ്ട്. അവരിൽ നിന്ന് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് ഇത് മുമ്പോട്ട് പോകുമെന്ന് അനിൽകുമാർ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനായതിൽ സന്തോഷമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചു. ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടകൾ ഉണ്ടെന്നും അത്തരക്കാർ അയ്യപ്പ സംഗമം തടയാൻ ശ്രമം നടത്തിയെന്നും മുഖ്യമന്ത്രി പറയുന്നു. ശബരിമലയ്ക്ക് വേറിട്ട തനതായ ചരിത്രമുണ്ട്, അതിന്റേതായ ഐതിഹ്യമുണ്ട്. ശബരിമല വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും മതാതീത ആത്മീയതയെ ഉദ്ഘോഷിക്കുന്ന എല്ലാ മനുഷ്യർക്കും പ്രാപ്തമായ ആരാധനാലയമാണ്. ഈ ആരാധനാലയത്തെ നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അയ്യപ്പ ഭക്തന്മാർ ലോകമെമ്പാടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാസംഗമത്തിന് ഒരു ആഗോള സ്വഭാവം കൈവരുന്നത്. ഇത്രയേറെ ആളുകൾ എത്തുമ്പോൾ തീർത്ഥാടനം സുഗമമാക്കാൻ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതിനാലാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നത്. തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത് എന്ന് സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി സങ്കല്പിച്ച് നടപ്പിലാക്കുകയല്ല വേണ്ടത്. ഭക്തജനങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യണം എന്നതാണ് ആവശ്യം. അതിനുകൂടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ഭക്തജന സംഗമം. ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടകൾ ഉണ്ടാകാം. അവർ അയ്യപ്പ സംഗമം തടയാൻ പരിശ്രമങ്ങൾ നടത്തി നോക്കി. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിലക്കി എന്നത് നമുക്കൊക്കെ ആശ്വാസകരമാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമമില്ല. ഈ ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണ് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭക്തരുടെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിൽ 13 മുതൽ 20 വരെയുള്ള 8 ശ്ലോകങ്ങളിലാണുള്ളതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആ ശ്ലോകം ഉദ്ധരിക്കുകയും ചെയ്തു. അയ്യപ്പ വിശ്വാസത്തിൽ മറവിൽ 1000 കോടിയുടെ സ്പോൺസർഷിപ്പ് എന്ന ദുഷ്ടലാക്കോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചത് ആളൊഴിഞ്ഞ കസേരകൾ നോക്കിയാണ്.
കഴുത്തിൽ ID കാർഡ് ഇട്ട സർക്കാർ ജീവനക്കാരും പരിപാടിയുടെ സംഘാടകരുമായിരുന്നു സദസ്സിൽ ഉണ്ടായിരുന്നത്. 3500ഓളം അതിഥികൾ പങ്കെടുക്കുമെന്ന ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും അവകാശവാദങ്ങൾ പൊളിഞ്ഞ കാഴ്ചയാണ് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ കണ്ടത്. സദസ്സിൽ ആദ്യ വരികളിൽ VIP-കൾക്കായി ആഡംബര സോഫകൾ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ നൽകുന്ന വരവേൽപ്പിന് സമാനമായി പൂക്കൾ നൽകിയും തിലകം ചാർത്തിയുമാണ് അതിഥികളെ സ്വീകരിക്കുന്നത്. ഒപ്പം വായിക്കാൻ പാർട്ടി പത്രമായ ദേശാഭിമാനിയും നൽകുന്നുണ്ടായിരുന്നു. അതിഥികളെ ആനയിച്ച് ഇരുത്തിക്കാൻ നിരവധി ജീവനക്കാരും ഉണ്ടായിരുന്നു. തമിഴ്നാട്, കർണാടക, തെലങ്കാന, ഡൽഹി സർക്കാരുകളെ ഔദ്യോഗികമായി ക്ഷണിച്ചെങ്കിലും തമിഴ്നാട് ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ ക്ഷണം നിരസിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും സർക്കാരിനും വൻ തിരിച്ചടിയായി മാറിയിരുന്നു. സംഗമത്തിലെ കച്ചവടക്കണ്ണ് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് വിവിധ സംഘടനകൾ പ്രതിനിധികളെ പോലും അയക്കേണ്ടതെന്ന് തീരുമാനിച്ചത്. പൂങ്കാവനത്തിന്റെ കാവൽക്കാരനായ മലമൂപ്പന്മാർ, നായാട്ട് സംഘം, തിരുവാഭരണ ഗുരുസ്വാമി, കളമൊഴിഞ്ഞ അവകാശികൾ അടക്കമുള്ളവരെ പരിപാടിയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നില്ല. വിവാദങ്ങൾക്കൊടുവിൽ അമ്പലപ്പുഴ, അലങ്ങാട്, പേട്ട സംഘങ്ങളെയും തന്ത്രി കുടുംബത്തെയും ക്ഷണിച്ചെങ്കിലും പരിപാടിയിൽ ഇവർക്ക് അർഹമായ പരിഗണനയും കൊടുത്തിട്ടില്ല. ഉദ്ഘാടന സഭയിലും അനുബന്ധ സെക്ഷനുകളിലും ഇവർക്ക് കാഴ്ചക്കാരുടെ റോൾ മാത്രമായിരുന്നു. സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് പന്തളം കൊട്ടാരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കടുത്ത നിരാശയും അമർഷവും തിരുവിതാംകൂർ ദേവസ്വം PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിൽ ഭക്തർക്കും തനിക്കും പേടിയാണ് എന്നും എന്ത് ചെയ്താലും തിരിച്ചടി ഉണ്ടാകുമോ എന്നാണ് ആശങ്ക എന്നും PS പ്രശാന്ത് തുറന്നടിച്ചു. ശബരിമല ഒരു പേടി സ്വപ്നമായി മാറുകയാണ്. ഭക്തർക്ക് എന്തെങ്കിലും സമർപ്പിക്കാൻ പേടിയാണ് എന്നും ദൈനംദിന കാര്യം ചെയ്യാൻ തനിക്കും പേടിയുണ്ടെന്നും PS പ്രശാന്ത് പറഞ്ഞു. മറ്റ് ക്ഷേത്രങ്ങൾക്ക് ഒന്നുമില്ലാത്ത തടസ്സം ശബരിമലയിലുണ്ട്. ദൈനംദിന കാര്യത്തിലും താന്ത്രിക കാര്യത്തിനും തടസ്സം നിൽക്കുകയാണ് പതിവ്. ആരാണ് തടസ്സമെന്ന് താൻ പറയുന്നില്ല എന്നും സ്വർണ്ണപ്പാളി ഇളക്കി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ എന്ത് അന്വേഷണം നടക്കേണ്ടതെന്നും എല്ലാം സുതാര്യമാണ് എന്നും PS പ്രശാന്ത് പറയുന്നു. ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി ഇളക്കി സംഭവത്തെക്കുറിച്ചും ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉൾപ്പെടെ കോടതി ഇടപെടലും ദേവസ്വം പ്രസിഡന്റ് കടുത്ത നിരാശ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണം പുറത്തു വന്നിരുന്നു. കൃത്യമായ മാനദണ്ഡ പ്രകാരമാണ് ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഇളക്കി അറ്റകുറ്റപ്പണിക്ക് അയച്ചത്. മുമ്പ് സ്വർണം ഒട്ടിക്കുകയായിരുന്നു, പിന്നീട് ഇലക്ട്രോണിക് പ്ലേറ്റിംഗ് ആയി നടത്തി. അതിലെ സംശയമാണ് പ്രശ്നത്തിനിടയാക്കിയത്. ഇപ്പോൾ ദർശനത്തിന് വരുന്നതിന് ആളുകൾക്ക് ഭയമാണ്. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. എങ്ങനെയാണ് ദൈനംദിന വികസനം കൊണ്ടുപോകുക എന്നതിൽ തനിക്കും പേടിയുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട യാതൊരു ആശങ്കയും ഉണ്ടാകാൻ പാടില്ല. അതിനായി ഒരു രൂപരേഖ ഉണ്ടാകണം. ഇല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ തടസ്സമായിരിക്കും. ബഹുമാനപ്പെട്ട കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്. ഒരു പുകമറയുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് രാഷ്ട്രീയമാണ്. അതിന്റെ പേരിൽ തങ്ങളെയൊക്കെ അപമാനിക്കാനാണ് ശ്രമം.